ദിവസം പറയാം എന്റെ ചാനലിൽ 370 ഞാൻ ടൗണിൽ പോവാട്ടോ. അമ്മ മൈക്ക് മേടിക്കണം. കിണിയ മൊബൈലാണ്. കിണിയ മൊബൈൽ എടുക്കാച്ചാ അത് ഹോട്ട്സ്പോട്ടിനല്ല, അത് സാധനം ഇത് നോക്കാനാ. ഹോട്ട്സ്പോട്ട് എനിക്ക് വേണ്ട, ആ കാര്യം എനിക്ക് അത് തട്ടിയാൻ തരും. തുറക്കും എന്താ തുറക്ക്. ഞാൻ വേപ്പടി പോയിട്ടേ നല്ല മൈക്കുണ്ടോ പോട്ടെ ടൗണിൽ പോയിട്ട് കേട്ടോ. സ്വിച്ച് ഓഫ് ആക്കി വെച്ച് പോയിക്കുക. ഇവിടെ എപ്പോഴും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോകും. ഇതൊക്കെ രാവിലെ ചാർജ് എത്തിച്ച് പിന്നെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് പോകും. പിന്നെ ലോക്കാണ് എനിക്ക് പറഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ലോക്ക് തരുന്ന അമ്മ ഒന്ന് ഓൺ ചെയ്താട്ട് ലോക്ക് പറഞ്ഞില്ല. എനിക്കിനെ നോക്കിയാ പോരെ. ഒളിപ്പിക്കണോക്കെ ലോക്ക് മാറ്റിയടവള്. ലോക്ക് മാറ്റി അതെന്നെ പറഞ്ഞേ. ആ ലോക്കല്ല, അവളെ നമ്പറിന്റെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. എനിക്കറിയുന്നില്ല ആദ്യത്തെ ലോക്ക് 80-75. അവള് നമ്പർ നോക്കിയോ? അറിയില്ല, വേറെ അറിയില്ല. അതൊന്നും വിചാരിച്ചിട്ട് വലിയ ആൾപ്പോലെ ലോക്ക് മാറ്റി തന്നത്. അമ്മ എനിക്ക് മൈക്ക് മേടിക്കണം അമ്മ. അമ്മ മൈക്ക് എനിക്ക് വ്ളോഗിന്റെ സൗണ്ട് ഇതൊന്ന് ക്വാളിറ്റി പോരെ അമ്മ. അപ്പൊ എന്താ അമ്മ പൈസ എടുത്തുണ്ട് വാങ്ങിക്കൂടെ? മൊബൈലാണോ? ഇല്ല, അവനോ ആ മൊബൈൽ ഞാൻ മേടിക്കൂല. കിച്ചു ജന്മം ചെയ്ത് ഞാൻ മേടിക്കൂല. വഞ്ചനയാണ്, ചതിയാണ്. വഞ്ചന ആ ഫോൺ എടുക്കാണ്ട് ഞാൻ എടുത്തത്, നന്നാക്കി എടുത്തത്. നീ ഈ ഫോൺ വാങ്ങിക്കുന്നത് അത് ചോദിക്കാൻ പാടില്ല, അത് ചോദിക്കണ്ട കേട്ടോ. അത് ചോദിക്കേ ചെയ്യരുത് നീ. അത് മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും മൊബൈൽ തരും. ലോക്ക് വർക്ക് അവള് സ്കൂൾക്ക് വിളി, അവള് പോയിരുന്നല്ലേ. അപ്പൊ മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്. മൈക്ക് എടുക്കണത് ലോക്കല്ലേ, അച്ഛൻ്റെ അടുത്ത് എടുത്തോ. അച്ഛൻ മൊബൈലൊന്നുമില്ല. കുത്തുണയിലൊരു റൗണ്ടിലുള്ള ഓട്ടാട്ടോ ഈ തറ്റത്ത്. അത് ഞാൻ അന്നേ പറഞ്ഞ എനിക്ക് ആവശ്യം വരും, മൊബൈൽ ആവശ്യം വരും. അത് ചോദിക്കൂല, അത് ചോദിക്കൂല. അതല്ല ഞാൻ പറഞ്ഞത്. അന്നേ ഞാൻ പറഞ്ഞാണ് എനിക്ക് ആ മൊബൈൽ ആവശ്യം വരും എന്ന്. ഞാൻ അന്നേ പറഞ്ഞു. രണ്ടും ഒറ്റ മൊബൈൽ തന്നെ ഒല്ല കാര്യം നടത്താൻ പറ്റില്ല. ഞാൻ അന്നേ പറഞ്ഞ എന്നാവശ്യം ഞാൻ നിങ്ങളെല്ലാം ഒന്നും പറയാൻ സമ്മതിക്കാതെ എന്നെ ആകെ ഇതാക്കിയത്. അമ്മ ഞാൻ പറഞ്ഞു വ്ളോഗിന് കൊല്ലത്തിന് ഒരു ഫോണേ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. നീ പഠിക്കണ്ടോ? ആരുമില്ലേ പഠിക്കോട്ടെ. അവക്കുള്ള വാച്ച് വാങ്ങിയാ, അവക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങി ഒരാഴ്ച പണിയെടുത്തിട്ട്. ഈ മക്കൾക്ക് പണിക്ക് പോയിക്കൂടാ? മലയിൽ ഇന്നലെ വരെ കാപ്പേറിട്ടായി. അവരെ കൂടെ പോയപ്പോ കാപ്പി വരച്ച എല്ലായിടത്തും പണിയുണ്ട്. ഈ മക്ക പണി വ്ളോഗ് നോക്കിയിരുന്നതല്ല, വയറുന്നറിയല്ലോ. അമ്മ അറിയോ? ഞാൻ ഡെയിലി ഇങ്ങനെ ഓരോന്നിനെ പറയണ ഓരോ മൈക്ക് മേടിക്കാനും അതിനൊക്കെ. ഈ അച്ഛൻ ഇന്ന് രാവിലെ വ്ളോഗ് ഇട്ടിട്ട് എന്ത് കാര്യന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇതാക്കി അച്ഛൻ. അച്ഛൻ അങ്ങനെ പറയണ്ട. അപ്പൊ അമ്മ ഇപ്പൊ പറഞ്ഞോ? അമ്മയും പറയണില്ല. ഇങ്ങോട്ടേലൊക്കെ പോവാ, ഞാൻ അവിടെ നിക്കണില്ല. ആ ഇവിടെ മൊത്തം എല്ലാരും ഓരോ വെറുപ്പിച്ച് എന്നെ പറഞ്ഞു. എന്നെ കാണാൻ രസമൊക്കെ ഉണ്ട്. ഞാൻ ബൈക്ക് മേടിച്ചോടാ. എനിക്ക് ഇങ്ങനെ മൊബൈലിൽ തുറന്നാട്ട് അറിയണ്ട മോനെ. അച്ഛനെ മൊബൈലാട്ട്
ലോക്ക് അറിഞ്ഞിട്ടുണ്ട് പിച്ചു പല്ല് നല്ല വൃത്തിത്തേക്കണം വായി മാക്കുണ്ട് നിന്റെ പല്ലിന് മോണേന്നൊക്കെ ചോരടക്കി കഴിയാറുണ്ട് പല്ല് കേൾക്കുമ്പോഴും പിന്നെ എന്ത് തിന്നുമ്പോഴൊക്കെ കൊണ്ടേ കാണിക്കണോ ഇതൊക്കെ എത്ര എങ്ങനെ പല്ലാന്ന് പാർപ്പിച്ചൂടെ എനിക്ക് പാർപ്പിച്ചിട്ട് രണ്ട് നീണ്ട പല്ല് മാത്രമേ രണ്ടെണ്ണം ഇങ്ങനെ കണക്കൂ അവിടെ ഇത് ഉറപ്പിച്ചാ ഇത് അമ്മേന്റെ പല്ലാണെങ്കി ഇത്ര ദിവസമായിട്ട് ചാനലില് 320 എത്ര സബ്സ്ക്രൈബ് ഉണ്ടായിട്ടുള്ളൂ 340 380 അമ്മത്തെ കള്ളം പറയണേ പിന്നെ 330 എത്ര ഉണ്ടായിട്ടുള്ളൂ 38 അതറിയാം എന്നിട്ട് 50 എന്ന് പറഞ്ഞ് എന്തായി ഇപ്പൊ 360 സബ്സ്ക്രൈബ് ആയിക്കണം എത്ര വട്ടം ഒരു ഷോർട്സ് ഇട്ട് പിന്നെ സബ്സ്ക്രൈബ് കൂടി കണ്ട മറ്റേ അന്ന് പാമ്പിന് മുറ്റുന്ന കണ്ടില്ലേ അത് അമ്മ ഇങ്ങനെ എത്ര മണിക്ക് വരിക എന്റെ ചാനലില് 372 സബ്സ്ക്രൈബ് ആയി ഗൈസ് ഇതൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് 372 സബ്സ്ക്രൈബ് ആയി കണ്ടോ കണ്ടതിന് കഴിവുണ്ടോ എഴുത്തുണ്ടോ ഇനി വരും നോക്കോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കോ 10 മില്യൺ അടിക്കും പക്ഷെ 10 മില്യനൊക്കെ ഒരു മില്യനൊക്കെ അടിക്കണ നോക്കോ ഞാനിത് പാമ്പിന്റെ ഒരു ഷോർട്സ് ഇട്ടാ ഇതിലാണ് കൊറേ സബ്സ്ക്രൈബ് വാരി വലിച്ച് കേറിയിരിക്കണ് ഏത് അച്ഛന് വഴീന്റെ ഇത് ഞാൻ അത് ഏതൊരു ടൈറ്റിലാണ് ഇതാ ഏത് വഴീന്റെ ആണ് കാണണ്ടേ വഴീന്റെ അല്ലടാ ഇവിടെ ടിവിയിൽ അച്ഛനെ ഏതൊക്കെയോ സ്ഥലം കാണാൻ വേണ്ടി ഇരുന്നാ അപ്പോഴാണ് ഞാൻ കുറെ നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കണേ എന്റെ ചാനൽ നോക്കിയാലോ എത്ര സബ്സ്ക്രൈബ് ആയിരുന്നെന്ന് അറിയില്ല നല്ല ഷോർട്സ് ഇട്ടിരുന്നു ഇപ്പൊ സബ്സ്ക്രൈബ് നോക്കിയാൽ വേണ്ടല്ലോ 372 ഒരു ദിവസം കൊണ്ട് എത്ര സബ്സ്ക്രൈബ് കയറിയോ ഒരു 10-15 സബ്സ്ക്രൈബ് കയറി ഒരു ദിവസം കോടമഞ്ഞ് പുതച്ചു കിടക്കുന്ന ഒരു താഴ്വരയിലൂടെ വിയറ്റ്നാം യാത്രയിൽ മല്ലു ഡ്രോൺ ട്രാവൽ കണ്ടപ്പോ മാറാമോ നോക്കോ നല്ല ഇതൊക്കെ ചെയ്യുന്നത് അച്ഛൻ എന്താ അഭിപ്രായം പറഞ്ഞോക്കെ നല്ല അഭിപ്രായം ഇതും അല്ല നല്ല ഉയർന്നു വരട്ടെ അടിപൊളിയായിട്ട് വരട്ടെ അമ്മേന്റെ അഭിപ്രായം നല്ല അടിപൊളിയായിട്ട് മോന് മുന്നോട്ട് പോട്ടെ സ്ഥലം നോക്ക് നിങ്ങളുടെ സ്ഥലം കാണി എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് അവര് സ്ഥലം കണ്ടിക്കട്ടെ കേട്ടോ ഇങ്ങനെ വന്നല്ലോ എങ്ങനെ നിന്റെ മൊബൈൽ എനിക്ക് കുറച്ച് ദിവസത്തിന് നീ വേണം എന്താ അറിയോ എന്തിനാ അറിയാം എനിക്ക് മൈക്ക് മേടിക്കുന്നുണ്ട് അപ്പോൾ അതിലെ ഒന്ന് അറ്റാച്ച് ചെയ്യും കുറച്ച് ദിവസത്തേക്ക് എനിക്ക് എൻ്റെ മൊബൈൽ വേണം അമ്മ തരുന്ന് പറഞ്ഞ നീ എന്ത് തരില്ല പറഞ്ഞു നീയല്ല പറഞ്ഞേക്കും പഠിക്കാണ്ട് അത് മൊബൈലിന് ആവശ്യമൊന്നും ഇല്ലാന്ന് തരില്ല അമ്മ ഇവിടെ മൊബൈൽ തരില്ലാന്ന് മൊബൈൽ തരില്ലാന്ന് അമ്മ മൈക്കിന്റെ ഇതൊക്കെ അല്ല ഞാൻ വേറെ മൈക്ക് മേടിച്ച് അതിൽ ഇതാക്കാൻ വേണ്ടിട്ടാണ് അമ്മ ഫ്യൂച്ചറിൽ നമ്മള് വലിയ ആൾക്കാരാവാനുള്ളതാണ് അറിയോ നേരത്തെ ഐസ്ക്രീം മേടിച്ചാ അമ്മ പൈസ നിന്നിട്ട് എനിക്കെന്നല്ല നിനക്ക് വെച്ചതാ അല്ല അമ്മ മൊബൈൽ തരാൻ പറയമ്മ ഇത് രാവിലെ മാത്രം മതി രാവിലെ എന്റെ വ്ളോഗിങ് വൈകുന്നേരം ആയിരിക്കും ചിലപ്പോ എല്ലാവരും വരുമ്പോഴായിരിക്കും എന്റെ വ്ളോഗിങ് അപ്പൊ ആ ടൈമിലൊക്കെ മതി ഇപ്പൊ താട്ടി ഞാൻ ഇപ്പൊ കുറച്ച് നേരം ടൗണിൽ പോയി എനിക്ക് മൈക്ക് പിടിക്കണം അപ്പൊ ടെസ്റ്റ് ചെയ്യണ്ടേ നീ വന്നിട്ടുള്ളൂ നിന്നെ അല്ലല്ലേ കൊണ്ടുപോകണേ മൊബൈലല്ലേ കൊണ്ടുപോകണേ കുറച്ചു അച്ഛൻ്റെ മൊബൈൽ കളിച്ചോ എടി അർജന്റാണ് അതാണ് അർജന്റാണ് മൈക്ക് ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോയിട്ട് ഈ മൊബൈൽ കൊണ്ട് ഇതിൽ മറ്റേ ഇതിൽ മൈക്കിന്റെ കുത്തണ മറ്റേ ലൈറ്റ്നിങ് കേബിളിന്റെ ഭാഗം മാത്രമേ ഉള്ളൂ അപ്പൊ അതില് മൈക്കിന്റെ മറ്റേ സാധനം ഞാൻ മേടിച്ചില്ലേ അതിൽ ആക്കിയാൽ എൻ്റെ മൈക്കിന്റെ കംപ്ലൈന്റ് അത് സെക്കൻഡ് ഹാൻഡിൽ ഞാൻ മൊബൈൽ എടുത്തായി 7+ സെക്കൻഡ് ഹാൻഡിൽ എടുത്തേ
ആ നീ മൊബൈലായിട്ട് അമ്മത്തെ കൊറച്ച് കഴിഞ്ഞാ പോവും ഞാന്. എന്താ നീ ഇങ്ങനെ കച്ചറ കൂടുന്ന്? കുറച്ചുകൂടി മൈക്ക് അടിക്കാൻ പോകും. എന്നിട്ട് മൈക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ടല്ലോ, അതിന്റെ വോയിസ് കുറച്ചുകൂടി ക്ലിയർ കൂട്ടാണ്ട്, പിന്നെ കുറച്ചുകൂടി ഉഷാറാക്കാണ്ട്. ഇതേപോലത്തെ മൈക്ക് അടിക്കാൻ കുറെ കാലം ആഗ്രഹിച്ചിട്ടോ. അങ്ങനെ ഫൈനലി എനിക്ക് മൈക്ക് കിട്ടിയിട്ട് ബോയാ M1 ആ മൈക്കിന്റെ സാധനത്തിന്റെ പേര് കിട്ടും. അതുകൊണ്ടോ ബോയ M1 എന്നുള്ള മൈക്കോട്ടെ ഞാൻ മേടിച്ചിട്ടുള്ളേ. ആമസോണിലൊക്കെ നോക്കിയപ്പോ ഉണ്ടല്ലോ ഈ മൈക്കിന് എത്ര രൂപ, ഒരു 800 രൂപ 700 രൂപ അങ്ങനെയൊക്കെ ആമസോണിൽ പോയി നോക്കിയപ്പോ. പിന്നെ ഞാൻ മേപ്പാടി ടൗണിൽ പോയി നോക്കി. എവിടെ മേപ്പാടി ടൗണിന്റെ പേര്. ടൗണിൽ പോയി നോക്കിയപ്പോ എനിക്ക് വില കുറഞ്ഞ് കിട്ടിയിട്ട് 300 രൂപയ്ക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയില്ല. ഇത് എടുത്തു കഴിഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത് വേറെ മൊബൈലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഐഫോണിൽ ഇത് കുത്താൻ പറ്റുന്നത്, കുത്തിയ ഇത് സൗണ്ട് കേൾക്കണില്ല, ക്യാമറയ്ക്ക് ഡൗണില്ല, എന്താ അറിയില്ല. എന്തായാലും ഈ സൗണ്ട് അടിപൊളിയാന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അത് നല്ല അടുത്ത വ്ളോഗായിട്ട് നടക്കണം. ടാറ്റ. മൈക്കൊന്ന് പിടിച്ചിട്ടുണ്ട്, ക്യാമറ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടാറ്റ ഞാൻ തരുന്നില്ല. ബൈ.